ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ മാർക്കറ്റിംഗ് വെറും ഊഹങ്ങളുടെ പുറത്താണോ ഓടുന്നത്? അതോ നല്ലൊരു പ്ലാനൊക്കെ ഉണ്ടോ? നമുക്ക് ഈ ഭാഗ്യപരീക്ഷണമൊക്കെ മാറ്റി ഒരു വീട് പണിയുന്ന പോലെ കൃത്യമായൊരു ബ്ലൂ പ്രിന്റ് വെച്ച് എങ്ങനെ ഒരു കിടിലൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് ഒരു കൊടുങ്കാറ്റ് വന്നാൽ പിടിച്ചു നിൽക്കുമോ? സത്യം പറഞ്ഞാൽ ഇതൊരു വീട് പണിയുന്ന പോലെ തന്നെയാണ്, അല്ലേ? നല്ലൊരു അടിത്തറയും പ്ലാനുമില്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും താഴെ വീഴാം. അപ്പോ നിങ്ങളുടെ മാർക്കറ്റിംഗിന് അങ്ങനെ ഒരു അടിപൊളി ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ഒരുമിച്ച്. ഈ ഒരു പ്ലാനിന് 5 സ്റ്റെപ്പുകളുണ്ട്. ആദ്യം തന്നെ നമ്മൾ ബ്ലൂ പ്രിന്റ് റെഡിയാക്കും. പിന്നെ നമ്മൾ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കും. അതൊക്കെ വെച്ച് നല്ലൊരു മിക്സ് ഉണ്ടാക്കും. അവസാനം നമ്മൾ ഉണ്ടാക്കിയ സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കി ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഭാഗം, നമ്മുടെ ബ്ലൂ പ്രിന്റ്. ഏതൊരു ബിൽഡിങ്ങിനും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താ? അതിന്റെ ഫൗണ്ടേഷൻ, അല്ലേ? മാർക്കറ്റിംഗിൽ ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളാണ്. സിമ്പിളായി പറഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം വേണം. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്താണ് നിങ്ങളുടെ മൈൻ ഗോള്? നിങ്ങളുടെ ബ്രാൻഡിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനാണോ? അതോ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനാണോ? ചിലപ്പോൾ സെയിൽസ് കൂട്ടാനായിരിക്കും, അല്ലേ? ഈ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ക്ലിയറാക്കുന്നതാണ് നമ്മുടെ അടിത്തറയിലെ ആദ്യത്തെ കല്ല്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു വീട് പണിതു, പക്ഷേ അതിൽ താമസിക്കാൻ ആരുമില്ലെങ്കിൽ എന്താ അവസ്ഥ? അതുപോലെ തന്നെയാണ് മാർക്കറ്റിംഗും. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു പിടിയുമില്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ആരും കേൾക്കാൻ പോകുന്നില്ല. ദാ ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. നിങ്ങളുടെ ഓഡിയൻസിനെ എങ്ങനെ ഡീപ്പായിട്ട് മനസ്സിലാക്കാമെന്നത് കാണിച്ചു തരും. ഓരോ ഗ്രൂപ്പിലുള്ളവരുടെ പ്രായം, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മെസ്സേജ് നേരെ അവരിലേക്ക് തന്നെ എത്തിക്കാം, വേസ്റ്റേജ് ഒട്ടുമില്ലാതെ. അപ്പോൾ നമ്മുടെ ബ്ലൂ പ്രിന്റ് റെഡിയായി. ആർക്കാണ് വീട് പണിയുന്നതെന്നും മനസ്സിലായി. ഇനി എന്താ വേണ്ടത്? പണിയാനുള്ള ടൂൾസ്, അല്ലേ? മാർക്കറ്റിംഗിൽ ഈ ടൂൾസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ, കണ്ടന്റ് മാർക്കറ്റിംഗ് പോലുള്ള പലതരം ചാനലുകളാണ്. ഇന്നത്തെ കാലത്ത് കയ്യിലുണ്ടാവേണ്ട ഏറ്റവും പവർഫുൾ ടൂളുകളിൽ ഒന്നാണ് സോഷ്യൽ മീഡിയ, അല്ലേ? വളരെ പെട്ടെന്ന് ഒരുപാട് ആളുകളിലേക്ക് എത്താനും അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാനും ഇതിലും നല്ലൊരു വഴിയില്ല. നമ്മുടെ ബ്ലൂ പ്രിന്റിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടൂൾ ഇതാണെന്ന് പറയാം. ഇനി അടുത്ത ടൂൾ, ബ്ലോഗുകൾ, പോഡ്കാസ്റ്റുകൾ, വീഡിയോകൾ. ഇതിലൂടെയൊക്കെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻ കൊടുക്കുന്നത് അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. കാരണം എന്താണെന്നറിയോ? ഇവിടെ നിങ്ങൾ നേരിട്ടൊരു സാധനം വിൽക്കാൻ ശ്രമിക്കുകയല്ല, പകരം അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിശ്വാസം വളരെ വലുതാണ്. ചില സമയങ്ങളിൽ ആളുകളെ നേരിട്ട് കാണുന്നതിലും വലിയൊരു മാർക്കറ്റിംഗ് ഇല്ല. ഇവന്റുകളും ട്രേഡ് ഷോകളുമൊക്കെ അതിനാണ്. കുറച്ച് കാശ് ചെലവായേക്കാം, സമ്മതിച്ചു. പക്ഷേ ആ ഒരു പേഴ്സണൽ കണക്ഷനിലൂടെ കിട്ടുന്ന ബന്ധങ്ങളുടെ വാല്യൂ, അത് ചിലപ്പോൾ വേറെ ലെവലായിരിക്കും. ഈ ടേബിളൊന്ന് ശ്രദ്ധിക്കൂ. ഓരോ ടൂളിനും അതിൻ്റേതായ പ്ലസ്സും മൈനസും ഉണ്ട്. ചിലതിന് ചിലവ് കുറവായിരിക്കും, പക്ഷെ ഒരുപാട് പേരിലേക്കെത്തും. മറ്റു ചിലതിന് ചിലവ് കൂടുതലാണെങ്കിലും നമുക്ക് വേണ്ട കറക്റ്റ് ആളുകളിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ലക്ഷ്യത്തിന് ചേർന്ന ശരിയായ ടൂള് തിരഞ്ഞെടുക്കുക എന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ പ്രോജക്റ്റിന്റെ അസംബ്ലി സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മൾ തിരഞ്ഞെടുത്ത ഈ ടൂൾസൊക്കെ എങ്ങനെ ഒരുമിച്ച് ഉപയോഗിച്ച് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാം എന്ന് നോക്കാൻ പോവാണ്. ഒരു ഉദാഹരണം നോക്കാം. സോഷ്യൽ മീഡിയയും ട്രേഡ് ഷോകളും രണ്ടും രണ്ടറ്റത്താണ്, അല്ലേ? സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ ചെലവിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്താം. ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കാൻ ഇത് ബെസ്റ്റാണ്. നേരെ മറിച്ച് ട്രേഡ് ഷോകൾക്ക് നല്ല കാശ് മുടക്കണം, പക്ഷേ അവിടെ വരുന്നവർ നിങ്ങളുടെ പ്രോഡക്റ്റിൽ ശരിക്കും താൽപ്പര്യമുള്ളവരായിരിക്കും. അതായത് ലീഡ് ജനറേഷന് അത് പൊളിയാണ്. ഇനി ഈ മെട്രിക്സ് നോക്കൂ. സംഭവം സിമ്പിളാകും. നിങ്ങളുടെ ഓരോ ലക്ഷ്യത്തിനും നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിനനുസരിച്ച് ഓരോ ചാനലിനും ഒരു സ്കോർ കൊടുക്കാൻ ഇത് സഹായിക്കും. നിങ്ങൾക്ക് ബ്രാൻഡ് അവയർനെസ് ആണോ പ്രധാനം, അതോ സെയിൽസ് ആണോ? ആ ഒരു മുൻഗണന അനുസരിച്ച് ഓരോ ചാനലിനെയും വിലയിരുത്തി ഏറ്റവും മികച്ചതിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ചാനലുകളൊക്കെ തിരഞ്ഞെടുത്തു. സ്വാഭാവികമായും വരുന്ന അടുത്ത ചോദ്യം ഇതാണ്: നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എങ്ങനെ ഇതിനായിട്ട് വീതിച്ചു കൊടുക്കും? ഇങ്ങനെയാണ് ബജറ്റ് വീതിക്കുന്നത്. തൊട്ടുമുമ്പ് നമ്മൾ ചെയ്ത വിലയിരുത്തലുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയ നിങ്ങളെ ലക്ഷ്യത്തിന് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന ചാനലുകൾക്ക് ബജറ്റിന്റെ വലിയൊരു ഭാഗം കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓരോ രൂപയും ശരിയായ സ്ഥലത്താണ് ചെലവഴിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇവിടെയാണ് സിനർജി എന്ന് പറയുന്ന ഒരു അടിപൊളി ഐഡിയ വരുന്നത്. സിമ്പിളായി പറഞ്ഞാൽ 1+1=3 എന്ന് കിട്ടുന്ന ഒരു മാജിക്. അതായത് പല ചാനലുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ വലിയൊരു ഇമ്പാക്റ്റ് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴുണ്ടാകും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് 1,
നിങ്ങളൊരു ട്രേഡ് ഷോ നടത്താൻ പോകുന്നു. അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ക്യാമ്പയിൻ ചെയ്യുന്നു. സ്റ്റെപ്പ് 2, ഇവന്റിന് വരുന്ന ആളുകളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾ വാങ്ങിക്കുന്നു. സ്റ്റെപ്പ് 3, ഇവന്റ് കഴിഞ്ഞ് ആ ലീഡുകൾക്ക് ടാർഗറ്റ് ചെയ്ത് ഒരു ഇമെയിൽ ക്യാമ്പയിൻ അയക്കുന്നു. കണ്ടോ, ഇവിടെ സോഷ്യൽ മീഡിയയും ഇവന്റും ഇമെയിലും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ റിസൾട്ട് സൂപ്പറായി. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. പക്ഷേ പണി അവിടെ തീരുന്നില്ല കേട്ടോ. ശരിക്കുമുള്ള പണി ഇനി തുടങ്ങുന്നതേ ഉള്ളൂ. അവസാനത്തേതും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പ്, നമ്മളുണ്ടാക്കിയ ഈ സാധനത്തിന് നല്ല ബലമുണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കുക, ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തുക. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് KPI, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. നിങ്ങളുടെ മാർക്കറ്റിംഗ് വർക്ക് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് അളന്നു നോക്കാനുള്ള കുറച്ച് നമ്പറുകൾ, അത്രയുള്ളൂ. ഈ ഡാഷ്ബോർഡ് ഒന്ന് നോക്കൂ. ഓരോ ചാനലിനും നമ്മൾ ഓരോ ടാർഗറ്റ് വെക്കുകയാണ്. ഉദാഹരണത്തിന്, വെബ്സൈറ്റിൽ വരുന്ന 100 പേരിൽ 3 പേരെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതാണ് കൺവേർഷൻ റേറ്റ്. അതിൻ്റെ അർത്ഥം വെബ്സൈറ്റ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. സോഷ്യൽ മീഡിയയിലിടുന്ന പോസ്റ്റിന് നല്ല എൻഗേജ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു. ഇമെയിൽ തുറന്ന് അതിലെ ലിങ്കിൽ ആളുകൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് കൊള്ളാം. ഈ നമ്പറുകൾ നോക്കിക്കൊണ്ടിരുന്നാൽ എവിടെയാണ് പ്രശ്നം, എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ. നിങ്ങളുടെ സ്ട്രാറ്റജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. ഒരു 3 മാസം കൂടുമ്പോഴോ മറ്റോ ഇരുന്ന് റിസൾട്ട്സ് നോക്കുക, ആളുകളുടെ ഫീഡ്ബാക്ക് കേൾക്കുക, പുതിയ ഐഡിയകൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, വർക്ക് ആവാത്ത കാര്യങ്ങളിൽ നിന്ന് പൈസ മാറ്റി നന്നായി പെർഫോം ചെയ്യുന്നിടത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഏറ്റവും നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നത് കല്ലിൽ കൊത്തിവെച്ച ഒന്നല്ല. അതൊരു ജീവനുള്ള ഡോക്യുമെന്റ് പോലെയാണ്. നിങ്ങളുടെ ബിസിനസ് വളരുന്നതിനനുസരിച്ച് അതും വളരണം, മാറണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അടിത്തറയിടാനുള്ള ലക്ഷ്യങ്ങളായി, ആർക്ക് വേണ്ടിയാണ് പണിയുന്നതെന്ന് വ്യക്തമായി, ടൂൾസ് കയ്യിലുണ്ട്, അവയെ എങ്ങനെ ഒരുമിപ്പിക്കാമെന്നും മനസ്സിലായി, എല്ലാം റെഡി. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഈ വലിയ നിർമ്മാണത്തിലെ ആദ്യത്തെ ഇഷ്ടിക അതേതായിരിക്കും?